ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വലിയ വിജയം നേടിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. 0 സീറ്റ് എന്ന നിലയിൽ നിന്നും എണ്ണം പറഞ്ഞ 8 സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ സംസ്ഥാനം കൂടിയാണ് രാജസ്ഥാൻ. ഇന്ത്യ സഖ്യത്തിന് 11 സീറ്റിലും അവിടെ ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു. അതിനു പിന്നിൽ ഒറ്റ കാരണം മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കമാണ്. മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ടും ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റും തമ്മിലുള്ള അസ്വാരസ്യങ്ങളാണ് അവിടെ കോൺഗ്രസിന് തിരിച്ചടിയായത്. എന്തായാലും ആ രണ്ട് നേതാക്കളും തമ്മിലുള്ള ശത്രുതയ്ക്ക് ഇനിയും അറുതി വന്നിട്ടില്ല എന്ന പ്രചാരണം BJP നയിക്കുമ്പോൾ അതിന് മറുപടി പറയുകയാണ് ഇപ്പോൾ ഇരു നേതാക്കളും. അശോക് ഗെഹ്ലോട്ടിന്റെ വീട്ടിലെത്തിയ സച്ചിൻ പൈലറ്റ് 1 മണിക്കൂറാണ് കൂടിക്കാഴ്ച നടത്തിയത്. പിതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജേഷ് പൈലറ്റിന്റെ 25ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പരിപാടിയിലേക്ക് ഗെഹ്ലോട്ടിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് സച്ചിൻ എത്തിയത്. 5 വർഷത്തിന് ശേഷമാണ് ഇരു നേതാക്കളും വ്യക്തിപരമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. ബുധനാഴ്ച നടക്കുന്ന പരിപാടിയിലേക്ക് ഗെഹ്ലോട്ടിനെ ക്ഷണിക്കാൻ മാത്രമായിരുന്നു സന്ദർശനമെന്ന് പിന്നീട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സച്ചിൻ പറഞ്ഞിരുന്നു. അശോക് ഗെഹ്ലോട്ടുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രം സച്ചിൻ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാജേഷ് പൈലറ്റും 1980-ൽ ഒരുമിച്ച് ലോക്സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും 18 വർഷം നീണ്ടുനിന്ന ദീർഘകാല ബന്ധമാണ് തമ്മിലുണ്ടായിരുന്നതെന്നും കൂടിക്കാഴ്ചയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് അശോക് ഗെഹ്ലോട്ട് പറഞ്ഞു. രാജേഷ് പൈലറ്റിന്റെ അപ്രതീക്ഷിത മരണം ഇപ്പോഴും തന്നെ ദുഃഖിപ്പിക്കുന്നുണ്ടെന്നും അത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി ആയിരുന്നുവെന്നും അശോക് ഗെഹ്ലോട്ട് പറഞ്ഞിട്ടുണ്ട്. 2013-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം രാജസ്ഥാനിൽ കോൺഗ്രസിന് പുതുജീവൻ നൽകിയ സച്ചിൻ പൈലറ്റിന് 2018 തെരഞ്ഞെടുപ്പ് വിജയത്തോടെ മുഖ്യമന്ത്രി സ്ഥാനം പ്രതീക്ഷിക്കപ്പെട്ടതാണ്. എന്നാൽ പൈലറ്റിനെ മറികടന്ന് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളാവുകയും പാർട്ടിക്കുള്ളിൽ രാഷ്ട്രീയ എതിരാളികളാവുകയും ചെയ്തതാണ് രാജസ്ഥാൻ കണ്ടത്. ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ രാജസ്ഥാൻ കോൺഗ്രസിനുള്ളിൽ അസ്വാരസ്യങ്ങൾക്ക് വഴി തുറക്കുകയും ഇരു വിഭാഗങ്ങളായി പാർട്ടി തിരിയുകയും ചെയ്തു. ഇതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ കലാശിച്ചത്. അക്കാലത്ത് എക്സൈസ് മാഫിയ, അനധികൃത ഖനനം, ഭൂമി കയ്യേറ്റം, ലളിത് മോദി കേസ് എന്നിവയിൽ നടപടിയെടുക്കുന്നതിൽ ഗെഹ്ലോട്ട് സർക്കാർ പരാജയപ്പെട്ടു എന്ന് പരസ്യമായി വാർത്താ സമ്മേളനം സച്ചിൻ പൈലറ്റ് നടത്തിയതാണ്. മുൻ BJP സർക്കാരിന്റെ അഴിമതികൾ സംബന്ധിച്ച് ഗെഹ്ലോട്ട് സംസാരിക്കുന്നതിന് പഴയ വീഡിയോകളും അന്ന് സച്ചിൻ പുറത്തുവിട്ട് കഴിഞ്ഞു. ഇക്കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഇതുവരെ അന്വേഷണം പ്രഖ്യാപിക്കാത്തതെന്നും സച്ചിൻ ചോദിച്ചു. BJP സർക്കാരിന്റെ അഴിമതികൾ സംബന്ധിച്ച കോൺഗ്രസ് സർക്കാരിന്റെ പക്കൽ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും നടപടി സ്വീകരിക്കുന്നില്ല എന്നും സച്ചിൻ കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരു നേതാക്കളും 2 വഴിക്ക് തിരിഞ്ഞത്. എന്തായാലും ബുധനാഴ്ച നടക്കുന്ന പരിപാടിയിൽ ഗെഹ്ലോട്ട് പങ്കെടുക്കുകയാണെങ്കിൽ സംസ്ഥാന കോൺഗ്രസിൽ മഞ്ഞുരുകൽ സാധ്യതയാണ് തുറക്കപ്പെടുകയെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. ഗെഹ്ലോട്ട് പങ്കെടുത്തില്ലെങ്കിൽ മുതിർന്ന നേതാവിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ച സച്ചിൻ പൈലറ്റിന് അത് ഗുണകരമാവുകയും ചെയ്യുമെന്നും പറയുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള ഒരുക്കത്തിലാണ് അശോക് ഗെഹ്ലോട്ട്. ഇതോടെ സച്ചിൻ പൈലറ്റിലേക്ക് പൂർണ്ണമായും കോൺഗ്രസ് വഴിമാറുമെന്നും പറയപ്പെടുന്നുണ്ട്.